പിന്നെ ഐനൈനറോ അതെന്താ സാധനം? ഐനൈനർ. ഓക്കെ, നോട്ട് ദ പോയിന്റ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നിങ്ങളുടെ റീലൊക്കെ കാണാറുണ്ട് കേട്ടോ. ഞാനും ഒത്തിരി പിള്ളേര് കാണും കേട്ടോ. ജാതിപരം കുലുക്കിയിട്ട പോലെ അനങ്ങാതിരുന്നോ, ഇന്നീ മീശമ ഞാനൊരു താജ്മഹാള് പണിയും. അനങ്ങിയാലത് കുത്തബ് മീനാറാകും. അതൊക്കെ രാത്രിയില് നമ്മള് കുറച്ച് ഡയലോഗ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ചെയ്യാവോ? ഓക്കെ അല്ലേ? നമുക്ക് സിമ്പിൾ. അത് നമ്മൾ ഫോണിൽ നേരത്തെ എടുത്തു വെച്ച കുറെ റീൽസ് ഉണ്ടല്ലോ, അത് ചെയ്യാം സ്പോട്ടില്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ. ഓ മാല, ഓ എന്റെ പൊന്നെ, പ്രൊഫഷണലിസം. ഓക്കെ, റെഡി? ഒന്നുകൂടെ, റെഡി? എന്നെ മിന്നേട്ടോ. എന്നെ കോട്ടയത്തോട്ടെ സിനിമ കാണിക്കണം. വെള്ളയിൽ മഞ്ഞപ്പൂക്കളുള്ള സാരി മേടിക്കണം. താജ്മഹലിന്റെ മുന്നിൽ ഫോട്ടോ എടുക്കണം. പാട്ട് ദിവസത്തിലെ പാട്ട് പഠിക്കണം. പിന്നെ നമുക്ക് ഒത്തിരി പിള്ളേര് കാണും കേട്ടോ. ജാതിപരം കുലുക്കിയിട്ട പോലെ അച്ഛടെ എന്ത് രസമായിട്ടാ ചെയ്യണേ. ചേച്ചിക്ക് വലിയ ഒരു തവണ നല്ല ഡയലോഗ് പഠിക്കാൻ പറ്റില്ല. ഇതെങ്ങനെയാ പഠിക്കുന്നേ? ശരി, ഞാൻ ചോദിക്കുന്നതിനൊന്നും ആൻസർ ഇല്ല. വേറെ ഉണ്ടെന്നൊക്കെ. പപ്പയുടെ കൂടെ ചെയ്തേ. ഞാൻ എന്താ അടങ്ങി നിക്കണെന്നറിയോ? പുറത്തിറങ്ങുമ്പോ നാട്ടുകാരെ എന്നെ നോക്കി തന്തേ തല്ലി പോണു എന്ന് പറയിക്കാതിരിക്കാനാ. അടയ്ക്കാണെങ്കിൽ മടിയിൽ വെക്കാം. അടയ്ക്കാൻ വരെ ആയാലോ. ഇനി ഇതുപോലെ കൂട്ടുകൂടി നശിക്കാനുണ്ട് ഭാവമെങ്കിൽ ഞാൻ കൊണ്ടുപോയി വൃദ്ധസദനത്തിലാക്കും. ഇതുപോലെ ഓരോ തന്തമാരുണ്ടായാൽ മതി. മക്കളുടെ മനസ്സമാധാനം കംപ്ലീറ്റ് പോകും. അവിടെ എന്നെ ഇനി മുറിന്ന് പുറത്തിറങ്ങരുത്. അത്താഴം പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ തരില്ല. നോക്കിക്കോ. ഞാൻ നേരത്തെ കഴിച്ചു. കഷ്ടം. ഏത് നേരത്തെ ഈശ്വര ഇങ്ങനെ തന്തയായത്. അയ്യടാ സൂപ്പർ. ഈ മുഖത്ത് ഇങ്ങനെ ഭാവങ്ങളൊക്കെ വരുന്നില്ലേ, എക്സ്പ്രഷൻ, ഇതെങ്ങനെ? ഇതൊക്കെ ആരാ പഠിപ്പിച്ചേ ചെയ്യാ? അമ്മയാണോ പഠിപ്പിച്ചേ? അമ്മ എങ്ങനെ ഇത് റീലൊക്കെ പഠിപ്പിക്കുമ്പോൾ വഴക്ക് പറയോ? ശരിക്കും പഠിക്കാതിരുന്ന വഴക്കൊക്കെ പറയും. അപ്പൊ എന്ത് ചെയ്യും? അത് ശരി, ഇത് നമ്മളെ അമ്മ നോക്കി പഠിപ്പിച്ചല്ലേ. റീലൊക്കെ കണ്ടിട്ടേ ആരൊക്കെ മെസ്സേജ് അയച്ചു? സെലിബ്രിറ്റീസ്, നടന്മാരോ നടിമാരോ ഒക്കെ മെസ്സേജ് അയച്ചോ? ഇല്ല. ആരുടെ കൂടെയെങ്കിലും അഭിനയിക്കണമെന്നുണ്ട്. ഇഷ്ടപ്പെട്ട നടനാരാ? മമ്മൂട്ടിയാണോ? മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും നേരിട്ട്? കണ്ടിട്ടില്ല. ആരെങ്കിലും കാണണമെന്ന് ആഗ്രഹമുണ്ടോ നേരിട്ട്? ഞാൻ പറയട്ടെ. പറ. സുരാജേട്ടനെ കണ്ടോ? അതാ സുരാജേട്ടനെ കണ്ടോ? സുരാജേട്ടനെ കാണുന്ന ആഗ്രഹമുണ്ട്. പിന്നെ രണ്ടുപേരായി. മമ്മൂട്ടിനെ. ഇവര് മൂന്നുപേരെ കണ്ടാ മതി. ഈ ഹരിശ്രീ അശോകൻ നമ്മുടെ സുരാജേട്ടനെ ആണല്ലോ എപ്പോഴും കൂടുതൽ ചെയ്യാ. ഇവരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാന്നറിയോ? അടിപൊളി. കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാ? നേരിട്ട് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എന്താ പറയാ ഹരിശ്രീ അശോകനോട്? ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, ചേട്ടൻ്റെ കൂടെ ഒരു റീല് ചെയ്യോ? ഒരുമിച്ച് ചെയ്യോ? കാണാൻ പറ്റട്ടെ കേട്ടോ. ഞങ്ങള് വെയിറ്റിംഗാ, കാണാൻ പറ്റട്ടെ. കൂടെ അഭിനയിക്കണമെന്നുണ്ടോ സിനിമയില്? ആരുടെ കൂടെ അഭിനയിക്കണ്ടേ? മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ആരുടെ കൂടെ അഭിനയിക്കണ്ടേ? കൊറേ പേരുണ്ട്. ലിസ്റ്റ് ഉണ്ട് ആൾക്കാര്. ഒരാളൊന്നല്ല, ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഞാന് ഏതിലായിരുന്നു?
കോമഡി ഉത്സവത്തിലാണോ ഒരു ചിരി ബമ്പച്ചിരിയിലാണോ ഇങ്ങനെ ബമ്പർ ചിരിയിലായിരിക്കും. ഈ ഞാൻ ഒരാൾ ആക്ടറിന്റെ പേര് പറയുമ്പോൾ അതുപോലെ അഭിനയിക്കാം, മാനറിസം ഒക്കെ ഒന്ന് കാണിക്കാം. ഓക്കെ റെഡി, അടിപൊളി. മമ്മൂക്കേനെ എങ്ങനെ ചെയ്യാം? അടിപൊളി. ലാലേട്ടൻ എങ്ങനെ ചെയ്യാം? ഇതാരായിരുന്നു ഉദ്ദേശിച്ചത്? ദിനേശ പറ ഡയലോഗ്. അങ്ങ് ചെരിഞ്ഞു വന്നിട്ട് പോമോനെ ദിനേശ എന്ന് പറയണേ. ഓക്കെ പറഞ്ഞോ. സൂപ്പർ. സുരേഷ് ഗോപി. സുരേഷ് ഗോപി കേട്ടോ. നിനക്കുള്ള ചോക്ലേറ്റ് ഞാൻ വേറെ ആർക്കും കൊടുക്കാം. പോകുന്ന വഴി നമുക്ക് വേറെ പിള്ളേർക്ക് കൊടുക്കാം കേട്ടോ. നിധിക്ക് കൊടുക്കാം. നിധി പറഞ്ഞ പോലെ അനുസരിച്ച് ചെയ്യും. അവൾക്ക് കൊടുക്കാം നമുക്ക്. നിധിക്ക് കൊടുക്കണോ നോക്കുകയാണോ? ആർക്കാ വേണ്ടേ? അപ്പൊ പിന്നെ സുരേഷ് ഗോപിനെ കാണിക്കാം. ഇവിടെ നോക്കിട്ട് ക്യാമറ. സൂപ്പർ. വലിയ സംഭവമാണ്. ഇനി വേറെ ആരെങ്കിലും ആക്കോ? അമ്മയെ വേറെ ആരെങ്കിലും ആക്കാവോ കൊച്ച്? ആ ചേട്ടനാക്കോ? ഓക്കെ, ആ ചേട്ടൻ ഒന്ന് കാണിക്ക. വന്നിട്ടാണ് ഞാൻ രണ്ടുപേരും കൂടെ ചെയ്തുള്ളൂ. ഓ, ചേട്ടന്റെ കൂടെ റീൽ ചെയ്യണം. ഫാൻ. എനിക്ക് വയ്യ. രണ്ടുപേർക്കും ചെയ്യണോ? ശരി, നമ്മുടെ ക്യാമറ ക്രൂവിൽ ഒരാളും കൂടെ ചെയ്യും. വാ വാ വാ, ഇവിടെ ഇരുന്നോ. ഇതെന്താ ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ചേച്ചീനൊന്നും റീല് കണ്ട ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് പുള്ളിക്കാരനെ മാത്രം എന്താ സെലക്ട് ചെയ്തേ? എന്നൊന്നും വിളിച്ചില്ല റീല് ചെയ്യാൻ. വിഷമ എനിക്ക്. എന്തുകൊണ്ടാ വിളിച്ചേ? ഇഷ്ടമായോ കണ്ടപ്പോ തന്നെ? നമുക്ക് പറ്റിയ ആളാണ്, റീൽ ചെയ്യാനുള്ള പറ്റിയ ആളാന്ന് മനസ്സിലായല്ലേ? ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. മണ്ണെണ്ണ കപ്പല് വന്നിറങ്ങി റോട്ടിലെല്ലാം വെളിച്ചം വെച്ചു. 1 2 3 ഞാൻ തന്നെ പറഞ്ഞാൽ മതി. നീ ഒരു കാര്യം ചെയ്യും, നീ നിന്നെ തൊട്ടു എന്നെ തൊട്ട ഞാനല്ലേ നിന്നെ തൊട്ടു. മണ്ണെണ്ണ കപ്പല് വന്നിറങ്ങി റോട്ടിലെല്ലാം വെളിച്ചം വെച്ചു. 1 2 3 4 5 ഞാൻ തന്നെ. മണ്ണെണ്ണ കപ്പൽ എവിടെ വന്നിറങ്ങി? റോട്ടില്. വലുതാകുമ്പോ ഡോക്ടർ ആവണം, പോലീസ് ആവണം, അങ്ങനെ കുറെ ആഗ്രഹങ്ങൾ പറഞ്ഞു. ശരിക്കും എന്താ ആവണ്ടേ? ഡോക്ടർ ആണ്. എന്തിനാ ഡോക്ടർ ആവണേ? കുത്താൻ. ആരെ കുത്താനാ? ഡോക്ടറായിട്ട് കുത്തിട്ട് ആരെ കുത്തണം ആദ്യത്തെ ആഗ്രഹം? ആരെ? അമ്മേനെയാണോ കുത്തണ്ടേ? പിന്നെ ആരെ? പപ്പേനെയാ? അതെന്തുകൊണ്ടാ പപ്പേനെ കുത്തണമെന്ന് ഭയങ്കര ആഗ്രഹം? അല്ല, മമ്മീനെ. അത് ശരി, മാറി. എന്തിനാ മമ്മീനെ കുത്തണ ആദ്യമായിട്ട്? പറ മോളെ, സത്യങ്ങളൊക്കെ പറ. എന്ത് ഇത് ഭാഷ? അമ്മേനെ എന്തിനാ കുത്തണേ? സൂചി. ഡോക്ടർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹം. ഡോക്ടർ ആവുകയാണെങ്കിൽ ഗ്ലാസിനെയോ? എന്തിന്? അതിനെന്തിനാ കുത്തണേ? ഗ്ലാസിന് എന്തിനാ കുത്തുന്നേ? ഗ്ലാസിനെ എനിക്ക് ഇഷ്ടല്ലേ? ഇഷ്ടായില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുത്തുന്നത്. ഓ, അത് ശരി. അപ്പൊ പപ്പേനും അമ്മേനെയും കുത്തുന്ന പറഞ്ഞ പപ്പേനും അമ്മേനെ ഇഷ്ടമില്ലാത്തോണ്ടാണോ? സോറി, ഞങ്ങൾക്ക് ഇഷ്ടമല്ല. നമുക്ക് മുഖം നോക്കുക, സങ്കടായി. അതെ, ചോക്ലേറ്റ് ഈ പരിസരത്താണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ വട്ടിട്ട് പറക്കാം. അപ്പൊ ഈ അഭിനയം എങ്ങനെയാ? ഡോക്ടർ ആയതിനു ശേഷം അഭിനയം കണ്ടിന്യൂ ചെയ്യാം, അങ്ങനെയാണോ? ഇവ ഷോർട്ട് ഫിലിം, ആൽബം, കേരളസ്, മായക്കണ്ണനൊക്കെ കാർട്ടൂൺ അല്ലേ? ഷോർട്ട് ഫിലിമിൽ. ഓക്കെ, ശരി. ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിക്കാൻ പോയിട്ട്? ഓഹോ, എന്താണ് ഈ കൊറേ നല്ലത്? ഇഷ്ടായതുണ്ടാ? ഈ അമ്മ പറഞ്ഞു ഒരു 2 സീൻ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളെ കാണില്ല.
ഞാനൊരു കാര്യം പറയാം. ഞാൻ ചോദിച്ചതിന് ആദ്യം പറ. ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചില്ലേ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ട് അഭിനയിക്കുമ്പോ പേടിയൊക്കെ ഉണ്ടായിരുന്നോ? പേടിയൊന്നുമില്ല. ആ, ഉണ്ടായിരുന്നു. എങ്ങനെയാ ചെയ്ത്? അങ്ങനെ ആരാ പഠിപ്പിച്ചത്? ഡയറക്ടറാണോ അമ്മയാണോ? എല്ലാ ഡയലോഗൊക്കെ പഠിപ്പിച്ചത് ആരാ? അമ്മയാണോ പഠിപ്പിച്ചേ? അടിപൊളി. ഇപ്പൊ റീല് കൊറേ ചെയ്യല്ലോ. അപ്പൊ പുറത്തൊക്കെ പോകുമ്പോ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടാ, എല്ലാവരും ഓടി വന്ന് ഫോട്ടോ എടുക്കും, സെൽഫി എടുക്കും. അങ്ങനെയാണോ? ഇപ്പൊ എങ്ങനെയാ പുറത്തു പോകുമ്പോ എങ്ങനെയാ? ആളുകളൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയോ? തുടങ്ങി. എല്ലാരും വന്ന് ഫോട്ടോ എടുക്കും, സെൽഫി എടുക്കും, ആണോ? ഓക്കെ. എല്ലാവരും എന്താ പറയാറ്? ഇഷ്ടാണെന്ന് പറയാറുണ്ടോ? റീല് കാണാറുണ്ടോ? എല്ലാത്തിനും ഒറ്റ വാക്കുത്തരം. ഫാൻ വേണം, ഫാൻ വേണം. ചൂടാണ്. സെലിബ്രിറ്റിക്ക് ചൂട് പറ്റില്ല അല്ലേ? കുറച്ച് എനിക്ക്, കുറച്ച് നിനക്ക്. ഓക്കെ. ഈ റീല് നമ്മൾ കാണുമ്പോഴേ കുറേ പേരുടെ റീല് കാണാറില്ലേ? ഫേവറിറ്റ് ആരുടെ റീല് കാണുന്ന ഇഷ്ടം? റീല് ചെയ്യുന്നതിലെ ഫേവറിറ്റ് ആരാ? എനിക്ക് ഞാൻ തന്നെ. അടിപൊളി. ഇപ്പൊ അല്ലാതെ മോളല്ലാതെ ജിയോണ അല്ലാതെ ആരുടെ റീലാ കാണാ കൂടുതല്? ജിയോണ റീല് കാണാറുണ്ടോ ആരുടെങ്കിലും? കാണാറുണ്ട്. ആരുടെ കാണാറ്? നിധിയുടെ. നിധി ഫ്രണ്ടാണോ? ബെസ്റ്റ് ഫ്രണ്ടാണോ നിധി? ആഹാ, അടിപൊളി. നമുക്ക് നിധീനൊന്ന് വിളിക്കാം. നിധീനൊന്ന് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാം. ഓക്കെ ആണോ? ശരി. ഹലോ നിധിക്കുട്ടിക്ക് ഓർമ്മയുണ്ടോ? ചേച്ചി പണ്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഓർമ്മയുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നിങ്ങളുടെ റീലൊക്കെ കാണാറുണ്ട് കേട്ടോ. ഞാനും. നിധി ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറയണു. ജിയോണ പറയാം ജിയോന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നിധി. നിധിയുടെ വീഡിയോസ് ആണ് നമ്മൾ കാണാറ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു. അയ്യോടാ. ഇനി എപ്പോഴാ നിങ്ങളുടെ പുതിയ റീല് വരാ? ആഹാ, നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ടോ? ഇവരാരാന്ന് പറയണേ? ഇവരാരാ? അവരാരാ? ഇങ്ങനെ കൊലുക്ക. ഇതാരാന്ന് പറ. ഇതാരാ? ഇതാരാ? അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇത് പേര് പറഞ്ഞേ. അതന്നെ അതന്നെ. എന്റെ പൊന്നു എപ്പോഴിങ്ങനെ എന്നെ കണ്ട ആരാ എന്താ എവിടെ എന്നൊക്കെ ചോദിക്കും. എന്നോട് പറഞ്ഞേ. ഞാൻ പറയാം. എന്റെ പേര് പറഞ്ഞു കൊടുക്കൂ. നിനക്ക് ഓർമ്മയുണ്ടോ അതിന്? കുറച്ചുകൂടി ഒച്ചതി പറ. ഒച്ചതി പറയാതെ അവൻ കേക്കില്ല. ഒരു സംശയമില്ല, എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, ഇനി നിങ്ങൾ എപ്പോഴാ ഒരുമിച്ച് ഒരു റീൽ ചെയ്യാ? റിയോണ എപ്പോഴാ പറയാം? വരുമ്പോ ഞങ്ങൾ പറയാം. അപ്പൊ അടിപൊളി റീല് ചെയ്യണം കേട്ടോ രണ്ടുപേരും. ഓക്കെ. അപ്പൊ നിധീന് എന്തായാലും ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് പറ്റട്ടെ. ഓക്കെ, അപ്പൊ ബൈ. അപ്പോഴേ ഇപ്പൊ ഞാൻ വരുമ്പോഴേ സുന്ദരി കൊച്ചായിട്ട് കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ബ്ലഷൊക്കെ ഇട്ടിട്ട് നിൽക്കായിരുന്നു. ആരെ നിന്നേ? ഒരു സുന്ദരി കൊച്ച്. ഞാനാണ്. ഓക്കെ. ഈ മേക്കപ്പിനെ കുറിച്ച് അറിയോ? എന്തൊക്കെ അറിയാം? മുഖത്ത് എന്തൊക്കെ ഇടും? കൺമിഷി ഇടും. പിന്നെ ഐലൈനർ ഇടും. എന്തോന്നാ? ഐലൈനറോ? അതെന്താ സാധനം? ഇങ്ങനെ ഐലൈനർ. ഓക്കെ, നോട്ട് ദ പോയിന്റ്. കൺമിഷി, ഐലൈനർ, പിന്നെ ഇതെന്തുവാ? ഏതാ? ഓ ശരി. പിന്നെ അതും പിന്നെ ലിപ്സ്റ്റിക്കും. ലിപ്സ്റ്റിക്. ഓക്കെ. പിന്നെ
ബ്രഷ് എബ്രഷോ ബ്ലഷ് ഓക്കെ ഇതാണ് കമ്മലും അമ്മയാണോ മേക്കപ്പ് ചെയ്ത് തരണേ അമ്മയാ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ടോ ഇട്ട് നോക്കിയിട്ടുണ്ടോ സ്വന്തമായിട്ട് മേക്കപ്പ് ഇല്ല അമ്മയുടെ സമ്മതിക്കാറില്ല ഓക്കെ എപ്പോഴെങ്കിലും ഇടണമെന്ന് ആഗ്രഹം ഉണ്ടോ ഉണ്ട് നമ്മളിടും അടുത്ത ഇന്റർവ്യൂവിന് സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്തിട്ടൊക്കെ വരണം ഓക്കെ അപ്പൊ അമ്മയാണ് ഈ സുന്ദരീനെ ഇങ്ങനെ ഒരുക്കി വിടുന്നത് ഓക്കെ അതെന്താ അങ്ങനെ കളിച്ചേ ഓക്കെ ഒരു പാട്ടും കൂടെ പാടി തന്നാ ചേച്ചി ഗിഫ്റ്റ് തരും ഓക്കെ മിന്നാ മിന്നി ഇത്തിരി പൊന്നെ മിന്നണതെല്ലാം പൊന്നല്ല കണ്ണാ തുമ്പി കാഞ്ചന തുമ്പി കാതൽ കേട്ടത് പാട്ടല്ല ഒന്നാമത്തെ തോണിയിൽ കേറി പഞ്ഞാടമ്പലി വന്നിറങ്ങുമ്പോ തന്നീടാമൊരു പൊന്നാല ഓ ഇതാരും രസമായിട്ട് പാടി ഈ പാട്ട് പാടില്ലെങ്കിൽ ഞങ്ങൾക്ക് മിസ്സായേനെ രസമായിട്ട് പാടി ഓക്കെ അപ്പൊ ഗിഫ്റ്റ് തരാം ഗിഫ്റ്റ് വരുന്നതിന് മുമ്പ് ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു നല്ലായിരുന്നു ഞങ്ങൾക്ക് ഗിഫ്റ്റ് വരുന്നത് നല്ലായിരുന്നു അപ്പൊ ഗിഫ്റ്റ് എടുക്കാം കണ്ണ് വിട്ടണം ഇതെന്താ അറിയാം കൊച്ചിനെല്ലാം അറിയാതൊക്കെ ഓക്കെ ഹാപ്പിയാണോ ഹാപ്പിയാണ് അപ്പം വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ വീഡിയോ ഇനി റീൽസ് ഒരുപാട് ചെയ്യണം ഒരുപാട് ഫാൻസ് ഉണ്ടാവണം സിനിമയിലും സീരിയലിലും ഷോർട്ട് ഫിലിമിലൊക്കെ മോളെ കാണാൻ പറ്റണം കേട്ടോ ഇനി നല്ല കുട്ടിയായിട്ട് വീഡിയോ ചെയ്യണം പഠിക്കണം അതിൻ്റെ കൂടെ ആൻഡ് ഡോക്ടർ ആവണം അത് ലാസ്റ്റ് സീക്രട്ട് എന്താ അവൾക്ക് മേക്കപ്പ് ഇടണമെന്നൊരു ആഗ്രഹമുണ്ട് അവള് തന്നെ മേക്കപ്പ് നീ തന്നെ മേക്കപ്പ് ഇടില്ലേ അത് എന്നെ മേക്കപ്പ് ഇട്ടുതരും എങ്ങനെയാ വേണ്ട മേക്കപ്പ് ഇട്ടാറുണ്ട് നീ നിന്നെ തന്നെ മേക്കപ്പ് ഇടാം ആണോ വേണം അവൾക്ക് വേണം ഓക്കെ സാഡ് ആവല്ലേ മേക്കപ്പ് ഇടാം മോളുടെ സന്തോഷല്ലേ അപ്പൊ ഓക്കെ സെറ്റ് ആ മേക്കപ്പ് പ്രൊഡക്റ്റ് ചേച്ചിയുടെ മേക്കപ്പ് പ്രൊഡക്റ്റ് ഇല്ല ആരുടെ മേക്കപ്പ് പ്രൊഡക്റ്റ് ഉള്ളേ എന്താ ലിപ്സ്റ്റിക് എടുത്തോണ്ട് വരാം എന്റെ ലിപ്സ്റ്റിക് ഇടണം ഓക്കെ ആണോ ശരി രസമായിട്ട് ചെയ്തരണല്ലോ അല്ലേ അവളുടെ മുഖത്തെ സന്തോഷം കാണുമ്പോ എനിക്കൊരു പേടി ശരിക്കല്ലേ ഏണി വേണോ സമയം കളയത് ഇയാളെ സുന്ദരനാക്കോ അനങ്ങാതിരുന്നോ ഇന്നീ മീശമ ഞാനൊരു താജ്മഹാള് പണിയും അനങ്ങിയാലത് കുത്തപ്പീനാറാകും ഉമ്മാക്കാൻ നോക്കണം അതൊക്കെ രാത്രിയില് സൂപ്പർ ആയിട്ടുണ്ട് താങ്ക് യു ഹാപ്പി ഓക്കെ ആദ്യമായിട്ടല്ലേ ഒരു ആങ്കറിന് ഇട്ട് കൊടുക്കണേ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആളെ മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നു സൂപ്പർ ആഗ്രഹം സാധിച്ചല്ലോ ഹാപ്പി ആയല്ലോ ഓക്കെ അപ്പൊ വൈൻഡപ്പ് ചെയ്യാലോ ഇനി അടുത്ത ഇന്റർവ്യൂവിൽ നമുക്ക് കാണാം അപ്പൊ നമ്മുടെ ചാനലിലൂടെ എല്ലാവർക്കും ഒരു ബൈ ബൈ പറ ഒരു ഉമ്മ പസും കൊടുത്തേക്ക്